ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു അപ്ഡേറ്റ് എന്നുള്ള നിലയിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പോവാൻ സമയമായി, യാത്രയാവാൻ സമയമായി. മനു അവന്റെ യൂണിവേഴ്സിറ്റി സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള യാത്രയ്ക്കുള്ള സമയമായി എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് 22-ാം തീയതിയാണ് പോകുന്നത് കേട്ടുള്ളൂ. 22-ാം തീയതി പോയിട്ട് കണ്ണേട്ടനും കിച്ചുവും കൂടിയിട്ട് 6-ാം തീയതി തിരിച്ചു വരും. ബിക്കോസ് കിച്ചുവിന് ഓൾറെഡി സ്കൂള് തുറന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതല്ലേ എന്താ പറയാ, 26-ന് അവന്റെ സ്കൂള് തുറക്കും. പക്ഷെ നമുക്ക് പോയേ പറ്റൂ, അവനെ സെറ്റിലാക്കിയേ പറ്റൂ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ 22-ാം തീയതി പോകും. അപ്പൊ നമ്മള് ടീച്ചേഴ്സിന്റെ അടുത്തും ഹെഡ് ടീച്ചേഴ്സിന്റെ അടുത്തും ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൻ 2 ആഴ്ചത്തെ സ്കൂൾ മിസ് ചെയ്യും. അപ്പൊ ആദ്യത്തെ ആഴ്ച അധികം ഒന്നും എടുക്കുന്നുണ്ടാവില്ല, ബിക്കോസ് കുട്ടികളൊക്കെ വരുന്നേ ഉണ്ടാവുള്ളൂ. 2ാമത്തെ ആഴ്ച കുറച്ച് പോർഷൻസ് ഒന്ന് പോകും. അപ്പോഴേക്കും അവൻ വന്ന് കവർ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കണ്ണേട്ടനും കിച്ചും കൂടി 6-ാം തീയതി തിരിച്ചു വരും. ഞാൻ കുറച്ചും കൂടി നിന്നിട്ടേ വരുള്ളൂ. ബിക്കോസ് മനുവിന്റെ യൂണിവേഴ്സിറ്റി തുടങ്ങുന്നത് 8-ാം തീയതിയാണ്. ഓക്കെ, അപ്പൊ 8-ാം തീയതി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ശരിക്കുള്ള റുട്ടീൻ എങ്ങനെയാണ് എന്നുള്ളത് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്നേ പറ്റൂ, അവന് പറഞ്ഞു കൊടുത്തേ പറ്റൂ. എനിക്കറിയാം കൂടുതലായിട്ട് നിൽക്കാൻ പറ്റില്ല, അവന്റെ തന്നെ കാര്യങ്ങൾ അവൻ തന്നെ നോക്കണം എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ കൂടിയിട്ട് അവന്റെ ആ റുട്ടീൻ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ അവിടുന്ന് അങ്ങോട്ട് പോവാലോ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ 8-ാം തീയതി മുതൽ 15-ാം തീയതി, അതായത് 13-ാം തീയതിയാണ് എന്റെ റിട്ടേൺ ഫ്ലൈറ്റ് വരുന്നത്. അപ്പൊ ഞാൻ അപ്പോഴേ തിരിച്ചു വരുന്നുള്ളൂ. അപ്പൊ 8 to 12 അവന്റെ യൂണിവേഴ്സിറ്റിയുടെ ടൈമിംഗ് എങ്ങനെയാണ്, അവൻ എപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്, ഇതെല്ലാം നമ്മൾക്ക് കണക്കിലെടുത്തിട്ടാണ് ഞാൻ ആ ഒരു ടൈം ഗ്യാപ്പ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓൾറെഡി ഇപ്പൊ നമ്മള് എഡ്യൂസ്കോപ്പ് എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗിന്റെ കമ്പനി ആണല്ലോ നമ്മൾക്കിപ്പോ സർവീസ് ചെയ്തു തരുന്നത്. അവര് തന്നെ നമുക്ക് അവിടെ ഒരു ഏജന്റിനെ റെഡിയാക്കിയിട്ടുണ്ട്. മൂപ്പര് നമുക്ക് വീടൊക്കെ കാണിച്ചു തരും. ഓൾറെഡി ലിങ്ക് അയച്ചിട്ടുണ്ട്, നമുക്ക് സെലക്ട് ചെയ്യാൻ പാകത്തിനുള്ള ലിങ്ക് ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ എടുത്തു ചാടി തീരുമാനിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എടുത്തു ചാടി ഒന്നും തീരുമാനിക്കുന്നില്ല. സോ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ വീടൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ മൂപ്പര് ഞങ്ങളോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സാധനങ്ങളൊന്നും അധികം വാങ്ങിക്കേണ്ടി വരില്ല, ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടുള്ള വീടുകളാണ് ഇവിടെ പൊതുവെ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനി പോയിട്ട് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് ആണോ നമുക്ക് റെഡി ആവുന്നത്, ഇല്ലെങ്കിൽ നമുക്കൊരു 1 BHK റെഡി ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാനുണ്ട്. ഇനി വഴിയെ കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പാക്കിങ് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്തു വെച്ചു. ബിക്കോസ് എനിക്ക് വൈകുന്നേരം ജോലിക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചു. ഞാന് 21-ാം തീയതി വരയ്ക്കും ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ കേറ്ററിംഗ് സർവീസും കാര്യങ്ങളും ഒക്കെ ഞാൻ നാളെയോട് കൂടിയിട്ട് അവസാനിപ്പിക്കുകയാണ്. ബിക്കോസ് എനിക്ക് ഒരു ദിവസം ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഇവിടെ സൂസണിന് ഒന്ന് പറഞ്ഞു കൊടുക്കാനും എനിക്ക് സമയം വേണം. അതുകൊണ്ട് തന്നെ ഞാൻ നാളത്തോട് കൂടിയിട്ട് വെനീസ് കിച്ചന്റെ കേറ്ററിംഗ് സർവീസ് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. നാളെ ലാസ്റ്റ് സർവീസ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഉണ്ടാവുള്ളൂ. ഇപ്രാവശ്യം വെനീസ് കിച്ചൺ ഓണത്തിന് സർവീസ് ഉണ്ടാവില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് അവിടെ ആയിരിക്കും ഞാൻ. ഒന്നാമത്തെ കാര്യം, മാമ മരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഓണം ഇല്ല. എന്നാലും എന്റെ ഡ്യൂട്ടി എന്നുള്ള നിലയിൽ, എന്റെ തൊഴിൽ എന്നുള്ള നിലയിൽ എനിക്ക് ഓണത്തിന്റെ ഓർഡേഴ്സും സദ്യയും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എല്ലാവരോടും പറയേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ലൈക്ക് ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ ഇല്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ആദ്യം അവനെ ഒന്ന് പോയി സെറ്റിൽ ആക്കിയിട്ട് വരട്ടെ, പിന്നെ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് നോക്കാമല്ലോ. അപ്പോ ഇപ്പോ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓൾറെഡി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ മാതിരി എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്ത് വെച്ചു. അവനിനി വരാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഡിസംബറിൽ നല്ല തണുപ്പാണ് അവിടെ, ലൈക്ക് സ്നോഫോൾ ആണ്. അപ്പോൾ അതിനുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ എല്ലാ കാര്യങ്ങളും എവറിത്തിങ് ഇസ് സെറ്റ് ഫോർ ഹിം. ഇനിയിപ്പോ അവന്റെ ഭക്ഷണം കാര്യങ്ങൾ എന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഞാനൊന്ന് സെറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം എന്നെ കൊണ്ട് എത്ര ചെയ്യാൻ പറ്റുമോ അത്രയും ഞാൻ അവന് വേണ്ടി ചെയ്തു വെച്ചിട്ട് അവിടേക്ക് ഇന്ന് വരാം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് ബോട്ടിങ്ങിലൂടെയും സൂമിലൂടെയൊക്കെ നമുക്ക് വിളിക്കാം. പിന്നെ ഉള്ള ഒരു കാര്യം, റെഡി ടു ഈറ്റ് മീൽസ്, അത് അത്യാവശ്യം വല്ലതും വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനെടുത്ത് കഴിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ അതും കണക്കിൽ എടുത്തു വെച്ചിരിക്കുന്നത്. സോ അതും നമ്മൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓൾ സെറ്റ് ടു ഗോ. എന്താ പറയാ, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ
കടന്നുപോയി കിട്ടിയ ആ ഒരു ഡെലിവറി സ്റ്റോറി, പ്രഗ്നൻസി സ്റ്റോറിയൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം മനു എന്ന് പറയുന്ന ആ ഒരു വാവക്കുട്ടിയെ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എത്രമാത്രം പാടുപെട്ടു എന്ന്. ഇപ്പതാ വലിയ കുട്ടിയായി അവന്റെ യൂണിവേഴ്സിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നോട്ടിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഇപ്പൊ ഒരു കോൺഫിഡന്റ് ലെവലിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഞാനിത് ചെയ്തോളാം, അമ്മ ഉണ്ടല്ലോ, എന്താണ് പറയാ, നിങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ, നോ പ്രോബ്ലം, ഞാൻ ജസ്റ്റ് കോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ എനിക്ക് പറഞ്ഞു തന്നാ പോരെ, അമ്മ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ട് പോകുന്നില്ലേ, ലൈക്ക് 1 മാസം കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞാൽ അമ്മ വരില്ലേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൻ. അങ്ങനെ ഒരു കോൺഫിഡന്റോടിട്ട് കൂടിയിട്ട് ഒരു നിൽക്കുന്ന ഒരു കുട്ടിയെ നമ്മള് വെറുതെയെങ്കിലും നമ്മള് അതിനെ ഡീമോട്ടിവേറ്റ് ചെയ്യരുതല്ലോ. അപ്പോ ഞാന് ഇപ്പോഴത്തെ ഒരു എമോഷൻ എന്ന് നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എമോഷൻലെസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് സങ്കടമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ അത് കാണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾ താങ്ക്സ് ടു, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത തീരുമാനം, ഞാൻ അത് മുൻകൂട്ടിയിട്ട് തന്നെ കണ്ടിട്ട് എടുത്ത തീരുമാനം എനിക്ക് ഒരിക്കലും തെറ്റായി വന്നില്ല. ബിക്കോസ് ഞാൻ ബിസി ആയിരിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്, ആൻഡ് ഐ എം എക്സ്ട്രീംലി ബിസി. അപ്പോ അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. സോ യെസ്, അങ്ങനെ ഒരാള് നമ്മളുടെ യൂണിവേഴ്സിറ്റിക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് അപ്ഡേറ്റ്സിന് വന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങള് യാത്രയായി കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് വരുന്ന വ്ളോഗുകളും കാര്യങ്ങളും എല്ലാം തന്നെ അവിടുന്നുള്ള അപ്ഡേറ്റ്സ് ആയിരിക്കും, ഹംഗേറിയൻ അപ്ഡേറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ യെസ്, നമ്മൾ പോവുകയാണ്, യാത്രയാവുകയാണ്. അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹവും കാര്യങ്ങളും എല്ലാം വേണം. എന്തായാലും നിങ്ങൾ ഒരുപാട് എന്റെ കൂടെ തന്നെ നിങ്ങൾ എല്ലാവരും നിന്നിട്ടുള്ള ആൾക്കാരാണ്. സോ എന്റെ കുടുംബമായിട്ടാണ് ഞാൻ നിങ്ങളെ കണക്കാക്കുന്നത്. സോ ഒരാളുടെ അടുത്തും യാത്ര പറയാതെ പോവാൻ പാടില്ലല്ലോ. സോ വൺസ് അഗൈൻ എനിക്ക് തന്നിട്ടുള്ള അതേ സ്നേഹം, അതേ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ യെസ്, ഞാൻ മനുവിന്റെ അടുത്ത് കൊടുക്കാട്ടോ. സോ യെസ്, കോളേജ് കുമാരൻ വന്നിരിക്കുന്നു, യൂണിവേഴ്സിറ്റി കുമാരൻ. Finally, so after 18 years in this amazing household, it's finally time for me to, embark on my next journey. Firstly, I just wanted to say to all of Amma's viewers, thank you so much for all your blessings and all your support. Surgery Mudal till now, I think you guys have given her a lot of support and have been there. I think this is the channel which has seen me grown since like 2020, since we started till now. 2022 മുതൽ 2020 മുതൽ സ്പ്രിങ്സിൽ താമസിക്കുന്ന മുതൽ ഇപ്പൊ നീ യൂണിവേഴ്സിറ്റിക്ക് പോകുന്നതായിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ട്. You guys are also my family, I can say. So you guys have been with me throughout the step of the way. And now for her, I hope everyone will provide her support. Obviously, Amma, Acha, everyone will be here giving Kichu. But I think you guys can also do your part and also give her support. But yeah, that's all I can say. Thank you so much for your wishes and blessings. And I'll take all your blessings into heart and hopefully become a future doctor as well. Thank you so much. അപ്പൊ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ അവന്. നന്നായി പോയി പഠിക്കുക. ഇനി കുക്കിംഗ് വീഡിയോസിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിനീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, കണ്ടോളൂ. അവന്റെ ബാഗില് എന്റെ ബുക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ എഴുതിയ 3 പുസ്തകമൊക്കെ എടുത്തിട്ടാണ് പോണത്. സോ ദാറ്റ്സ് മച്ച് easy in that way. 3 ingredient recipes, very detailed recipes. There's 3 books. Those 3 books I've kept just for this very occasion. I think I've read like maybe 50 recipes are there in that book. So very simple. If I'm hungry or something, I know what to make. And any case, if I can't do that, bottom is there, so I'll just ask her. Yeah, so thank you so much everyone. Once again, lots and lots of love. ഇത്രയും സപ്പോർട്ട് തന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പൊ ഞങ്ങൾ യാത്രയാവാണ്. എല്ലാ വിഷസോടും കൂടിയിട്ട് ഒരു ഫ്യൂച്ചർ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിഷസും തരിക. ഓക്കെ, താങ്ക് യു. Thank you all.